ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാച്ചസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രണ്ടാം പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗാണ്. ഞാൻ മുൻപത്തെ വീഡിയോയിൽ ഒന്നാം പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പെരുന്നാളായിട്ട് എങ്ങോട്ട് പോകുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മൂത്തമ്മാനോട് ആയതുകൊണ്ട് ഉമ്മാനെ പോയി കണ്ടിട്ട് വരണമെന്ന് മാത്രം കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മൂത്തമ്മ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പെരുന്നാൾ ഇവിടെ ആഘോഷിക്കാം, രണ്ടാം പെരുന്നാൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ കൂടിയിട്ട് ഇവിടെ ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അനിയത്തികളും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു പെരുന്നാൾ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതുപോലെ അവിടെ വെച്ചിട്ട് ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാനും മക്കളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓട്ടോക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഇതുപോലെ ഒരു പെരുന്നാളൊക്കെ ആഘോഷിക്കുന്നത്. ഇപ്പോൾ 2-3-4 വർഷത്തോളമായി ഞങ്ങളിതുപോലെ ഒരുമിച്ച് പെരുന്നാളൊക്കെ ആഘോഷിച്ചിട്ട്. പിന്നെ ഞാനും എൻ്റെ അനിയത്തിയും ഞങ്ങളുടെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കും. അതുപോലെ മൂത്തമ്മാൻ്റെ മക്കൾ അവരെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ഒരു വീട്ടിൽ വെച്ചിട്ടുള്ള പെരുന്നാളാഘോഷമാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വണ്ടി വരാൻ കുറച്ച് ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ 2 അനിയത്തികൾ വരുന്നുണ്ട്. അതുപോലെ മൂത്തമ്മാൻ്റെ മകൾ കസിൻ വരുന്നുണ്ട്. എല്ലാവരും കുട്ടികളും ഹസ്ബൻഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ടുള്ളൊരു പെരുന്നാളാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഞങ്ങളാണ് ഫസ്റ്റ് എത്തുകയെന്ന്. പക്ഷേ അനിയത്തികളൊക്കെ ചെറിയ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ അനിയത്തി എത്തിയിട്ടില്ല. അതുപോലെ മൂത്തമ്മാൻ്റെ മകൾ കസിൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വല്യപ്പ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കിലോട്ട് പോയപ്പോൾ ഉമ്മച്ചി എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ ഏട്ടത്തിനെ ഞങ്ങൾ ഉമ്മച്ചി എന്നാട്ടോ വിളിക്കുക. മൂത്തമ്മയാണ്, ഞങ്ങൾ ഉമ്മച്ചി എന്നാണ് വിളിക്കാറ്. ആളവിടെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പോയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. വീഡിയോയിൽ ഉമ്മച്ചി പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്നെ കാണിക്കണ്ട, ഞാൻ ഷാൾ നേരെ ഇട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണിക്കണില്ല, നിങ്ങൾ ഷാൾ നേരെ ഇന്നിട്ട് കാണിക്കുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഷാളൊക്കെ നേരെ ഇട്ടിട്ട് നേരെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളിപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനോട്ടുള്ള ദമ്മിടാനുള്ള പരിപാടിയിലാണ്. കളറൊക്കെ ഒഴിക്കുന്നുണ്ട്, അതുപോലെ മസാല ഒക്കെ ഇട്ടിട്ട് നല്ല സെറ്റാക്കുന്നുണ്ട്. ആൾ വലിയൊരു കുക്കാണ്. എന്തുണ്ടാക്കുമ്പോൾ അത് അതിൻ്റേതായ സ്പെഷ്യലായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാറുള്ളൂ. എന്നും വെറൈറ്റി രീതിയിലാട്ടോ ബിരിയാണി ആണെങ്കിലും എന്തായാലും ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ നല്ല പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്, ദമ്മിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷാളൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണും പറഞ്ഞപ്പോൾ അപ്പോൾ കാനലൊക്കെ ഇട്ട് കാണിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉള്ളിലോട്ട് പോയപ്പോൾ വല്യപ്പയും എല്ലാവരും ഉള്ളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വല്യപ്പ അത്തർ കച്ചവടക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് അത്തറൊക്കെ ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അത്തർ തരാമെന്ന് പറഞ്ഞിട്ട് കൊടുന്നിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നിൽക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, ഉള്ളിൽ എല്ലാവരും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ കസിൻ്റെ മോൾക്ക് മുടി കെട്ടണമെന്ന് പറഞ്ഞിട്ട് അവളെ ഉമ്മാടത്തേക്ക് മൂത്തമ്മാടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒരു പണിയിലായതുകൊണ്ട് പിന്നെ ഞാൻ കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കെട്ടിക്കൊടുക്കുകയാണ്. അവൾക്ക് പിന്നെ ഒരുപാട് മോഡലൊക്കെ കെട്ടണം കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെ കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ട് അവളുടെ മുടിയൊക്കെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ മുടിയൊക്കെ കെട്ടിയിട്ട് സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് മോഡലൊക്കെ മുടി കെട്ടുന്നത് ഭയങ്കര ഇഷ്ടമാത്ര. അപ്പോൾ എനിക്കറിയുന്ന രീതിയിൽ ചെറുതായിട്ടൊക്കെ മുടി മോഡലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ചുന്ദരിയൊക്കെ ആയിട്ട് അവൾ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ കിച്ചണിലോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മച്ചി ദമ്മ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഉമ്മാൻ്റെ അടുത്ത് കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് 2 ആളും പോയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഫോണൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ ആയാലും ഉമ്മാനെ കണ്ടിട്ട് അപ്പോൾ അവർ ഉമ്മാനത്ത് പോയിരിക്കുന്നുണ്ട്. അതുപോലെ ഉമ്മാൻ്റെ ഏട്ടത്തി ഞങ്ങളുടെ ഉമ്മച്ചി ദമ്മ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാളെയും വരില്ല പറഞ്ഞു. അപ്പോൾ അളിയനുള്ള ചോറ് കൊടുത്തിടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ആക്കി വെക്കുന്നുണ്ട്. അതിനിടയിൽ എൻ്റെ 2ാമത്തെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുകളിലായിരുന്നു. ഉമ്മാൻ്റെ മാക്സി അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലോട്ട് കയറിയതാണ്.
അപ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പാക്കിയിട്ട് വേണം ഉമ്മാക്ക് കുളിച്ച് റെഡി ആവാൻ. അപ്പോൾ ഉമ്മാൻ്റെ മാക്സി അടിക്കാൻ ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് അടിച്ചിടാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിരിക്കായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഉമ്മ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിക്കൽ കഴിഞ്ഞ് താഴോട്ട് പോയപ്പോൾ എല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതായിട്ട് എൻ്റെ രണ്ടാമത്തെ അനിയത്തി, അവളും അവരൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കിച്ചണിലോട്ട് പോയപ്പോൾ ഉമ്മച്ചി പായസം ഉണ്ടാക്കട്ടോ. അപ്പോൾ പരിപ്പ് പായസമായിട്ട് ഉമ്മച്ചി ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ സിറ്റൗട്ടിലോട്ട് പോയപ്പോൾ രണ്ടനിയത്തികളും അവരുടെ ഹസ്ബൻഡ്സൊക്കെ ആയിട്ട് അവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വർത്താനം പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ കസിൻ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മൂത്തമ്മാൻ്റെ മകൻ. ഞങ്ങൾ 4 പെൺകുട്ടികളിൽ ഒരാങ്ങളെയാണ്. അപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പെൺകുട്ടികൾ, അതുപോലെ മൂത്തമ്മക്ക് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയായിരുന്നു. അങ്ങനെ 4 പെൺകുട്ടികളിൽ പിന്നെ ഒരു ആങ്ങള, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കായപ്പോൾ ഉമ്മച്ചി ഫുഡൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആണുങ്ങളൊക്കെ ആദ്യം കഴിച്ചു. പിന്നെ അവരെ കഴിക്കില്ല എന്നിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾക്കുള്ളത് വിളമ്പുകയാണ്. ഞാൻ പറഞ്ഞു ഉമ്മച്ചിടത്ത് നേരത്തെ ഞാൻ വിളമ്പി, ഇപ്പം ഉമ്മച്ചി വിളമ്പി ഞാൻ വീഡിയോ എടുക്കാനാണ് പറഞ്ഞപ്പോൾ ഉമ്മച്ചി ഷാളൊക്കെ ഇട്ടിട്ട് വിളമ്പാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാതും വിളമ്പി വെച്ചാൽ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അത് ഞങ്ങളുടെ നാത്തൂനാട്ടോ, കാക്കാൻ്റെ വൈഫ്. പിന്നെ ഞങ്ങൾ 4 പെണ്ണുങ്ങളും പിന്നെ ഉമ്മയും ഉമ്മച്ചിയും കുട്ടികളൊക്കെ പാടെ ഇരുന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞ ശേഷം പിന്നെ അനിയത്തിയുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു 31-ാം തീയതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണല്ലോ ഇപ്പോൾ പെരുന്നാൾ, 2ാം പെരുന്നാൾ വരുന്നത്. അപ്പോൾ അത് കാരണം ബർത്ത്ഡേ കേക്കൊക്കെ അവരവിടെ മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു കേക്കും കൂടി മുറിക്കാമെന്ന് പറഞ്ഞിട്ട് കേക്കൊക്കെ മേടിച്ചിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടേബിളൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ വെച്ചു. ഇമ്മയും ഇപ്പയും അതുപോലെ കുട്ടികളെല്ലാവരും കൂടെ കൂടിയിട്ടോ കേക്കൊക്കെ കട്ട് ചെയ്തത്. കേക്ക് കട്ട് ചെയ്ത് കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്ത ശേഷം പിന്നെ ഉമ്മച്ചി പോയിട്ട് കട്ട് ചെയ്തിട്ട് പീസൊക്കെ ആക്കിയിട്ട് എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്യലും അതിൻ്റെ ആഘോഷമൊക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ ഇതാട്ടോ ചെറിയ അനിയത്തിൻ്റെ കുട്ടിയുടെ മുമ്പിൽ നിൽക്കുന്നത്. അവളുടെയാണ് ബർത്ത്ഡേ ഉണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ ബർത്ത്ഡേക്കുള്ള കേക്കാട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാനവിടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ എൻ്റെ ചെറിയ അളച്ചന് ഈ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മച്ചി എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്തിട്ട് തരാം കേട്ടോ. എല്ലാവർക്കും ഓരോരോ പീസ് കൊടുക്കാനായിട്ട് കുട്ടികളെ ആദ്യം വട്ടത്തിൽ നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ അങ്ങനെ ഓരോ പീസും പാത്രങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പീസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉമ്മച്ചി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കേക്ക് കട്ട് ചെയ്തിട്ട് ഓരോ പീസൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ മോൾ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ അപ്പുറത്ത്. അവൾ കേക്കൊന്നും അങ്ങനെ കഴിക്കില്ല. എന്നിട്ട് എൻ്റെ അനിയത്തിൻ്റെ കുട്ടി വന്നിട്ട് അവൾക്ക് ലേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങി കഴിച്ചിട്ട് അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് എൻ്റെ അടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് തുടച്ചു കൊടുത്തിട്ട് പിന്നെ അവളവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവളെല്ലാവരും കണ്ടപ്പോൾ അവൾക്ക് ആകെ ചമ്മലായിട്ട് മാറി നിൽക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കേക്കിൻ്റെ പീസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ കഴിച്ചിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾക്ക് ഫാമിലി ആയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ. അപ്പോൾ അതൊക്കെ കേക്കൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ കേക്കൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാട്ടോ. എല്ലാവരും ഫാമിലി ആയിട്ടുള്ളൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇവിടെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അതിന് ഒരാളെ വിളിക്കുമ്പോൾ ഒരാളെ കാണണ്ട, ഒരാളെ വിളിക്കുമ്പോൾ ഒരാളെ കാണണ്ട, അല്ലെങ്കിൽ കുട്ടികളെ കാണില്ല. അങ്ങനെ ഓരോരുത്തർ പൊറുക്കി കൊടുന്ന് നിർത്തിയിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ഇത്താതെ റെഡിയാകാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ എൻ്റെ ചെറിയ അനിയത്തിയും ഹസ്ബൻഡും പോയിട്ടുണ്ടായിരുന്നു. അവർ പോയിട്ടോ. അതുപോലെ ഞങ്ങളൊന്നും പോയിട്ടില്ല, അവർ രണ്ടാളും മാത്രമാണ് ആദ്യം പോയത്. അവരാണ് ആദ്യം എത്തിയതും അവരാദ്യം പോവുകയും ചെയ്തു. പിന്നെ ഞാൻ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഒരു 5 മണിയൊക്കെ ആയിട്ടാണ്. ഓട്ടോ വിളിച്ചപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഓട്ടോ വന്നിട്ട് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് ഞാനും കുട്ടികളൊക്കെ പാടെ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.